കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും തുടർ സമരങ്ങൾക്ക് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ മാത്രം കേസെടുത്തതിലാണ് പ്രതിഷേധം. കൂടുതൽ വിഷയങ്ങളിൽ എസ്എഫ്ഐ സമരരംഗത്തിറങ്ങും. സിബിഎസ്ഇ ഫലം സംബന്ധിച്ചും ക്യാമ്പസുകളിലെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സിബിഎസ്ഇ ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് സിബിഎസ്ഇ ആസ്ഥാനത്തേക്ക് മാർച്ചിനും തീരുമാനിച്ചിട്ടുണ്ട്. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എസ്എഫ്ഐക്ക് ഇതൊരു എക്സസൈസ് ആണ് എന്നുള്ള രീതിയിലൊരു പരിഹാസമായിരുന്നു. ആ ഒരു എക്സസൈസ് ഇനിയും തുടരും, പ്രതിഷേധം അത്രയും ശക്തമായി തന്നെ തുടരും. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പ്രതിഷേധം ഉണ്ട്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ്എഫ്ഐയുടെ തീരുമാനമല്ലേ? ശ്രുതി, അങ്ങനെയാണ്. എസ്എഫ്ഐ എന്നാൽ ഒരു സമര സംഘടനയായാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം അവരുടെ പാർട്ടി തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തരത്തിലൊരു സമര സംഘടനയാകാൻ എസ്എഫ്ഐക്ക് കഴിഞ്ഞിരുന്നുമില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തി ഏതാണ്ട് ഒരാഴ്ച പോലും തികയുന്നില്ല. അതിനു മുമ്പ് തന്നെ എസ്എഫ്ഐ അവർ മുമ്പെന്തായിരുന്നോ രീതി ആ രീതിയിലേക്ക് മാറുകയാണ്. ഈ കാര്യത്തിൽ എസ്എഫ്ഐ നേതാക്കൾ പറയുന്നത് ഒരു കൂളിംഗ് പീരീഡ് സംസ്ഥാന സർക്കാരിന് കൊടുക്കുക എന്നത് തന്നെയായിരുന്നു എസ്എഫ്ഐയുടെ ഉദ്ദേശം. പക്ഷേ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ലാതെ എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണത്തിന് KSU വന്നതോടുകൂടിയാണ് പ്രതിരോധവുമായി എസ്എഫ്ഐക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് എന്നതാണ്. മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടതാണ്. രാത്രി തലസ്ഥാനം ഒരു യുദ്ധക്കളത്തിന്റെ പ്രതീതി ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ സംസ്ഥാനത്തെമ്പാടും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ മിക്ക സ്ഥലത്തും സംഘർഷത്തിലാണ് കലാശിച്ചത്. അതിനിടെയാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തത്. സാധാരണഗതിയിൽ 2 പക്ഷങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ 2 പേർക്കെതിരെയും കേസെടുക്കുന്നതാണ് പോലീസിന്റെ രീതി. പക്ഷേ ഇത് SFIക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് SFI പോകും. പക്ഷേ വലിയൊരു ആക്രമണ സ്വഭാവമുള്ള സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് CPMന്റെ സംസ്ഥാന നേതൃത്വം SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇന്നലെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തടക്കം ജലപീരങ്കിയിൽ മാത്രം പ്രതിഷേധം ഒതുങ്ങിയത്. കുറച്ച് ദിവസം കൂടി കഴിയാതെ ആക്രമണ സ്വഭാവമുള്ള സമരത്തിലേക്ക് പോയാൽ അത് ജനങ്ങളെതിരാകും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടത്. പ്രതിഷേധം വേണം, പക്ഷേ ഒരു ആക്രമണ സ്വഭാവമുള്ള പ്രതിഷേധം വേണ്ടതില്ല എന്ന നിലപാട് CPIM SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സമരങ്ങൾ ഉണ്ടാകും. ഒരു അക്രമ സമരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. തീർച്ചയായിട്ടും എന്തായാലും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്.